30 കോടി രൂപയുടെ കൊക്കൈനുമായി 2 ടാൻസാനിയൻ പൗരന്മാർ പിടിയിൽ. ക്യാപ്സൂളുകളാക്കി വിഴുങ്ങിയാണ് 3 കിലോ കൊക്കൈൻ കൊണ്ടുവന്നത്. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുന്നു. ടോം, കൊച്ചിയിലാണ് ഏറ്റവും പ്രധാനമായി 30 കോടിയുടെ കൊക്കൈനുമായാണ് 2 ടാൻസാനിയൻ പൗരന്മാരെ പിടിയിലായത്. ഇവരെങ്ങനെയാണ് പിടിയിലായത്? എന്താണ് വിശദാംശങ്ങൾ? ആര്യ, ഈ സമീപകാലത്തെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്നത്. അതായത് 30 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈനുമായി 2 ടാൻസാനിയൻ പൗരന്മാരാണ് കൊച്ചി വിമാനത്താവളത്തിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലാവുന്നത്. റവന്യൂ ഇന്റലിജൻസ് ആണ് വിമാനത്താവളത്തിൽ വെച്ച് 2 അംഗ സംഘത്തെ പിടികൂടുന്നത്. ഈ ക്യാപ്സൂളുകളാക്കി വിഴുങ്ങിയാണ് ഇവർ കൊക്കൈനുകൾ കേരളത്തിലേക്ക് കടത്തിയത്. ഏകദേശം 3 കിലോയോളം തൂക്കം വരുന്ന കൊക്കൈനാണ് കണ്ടെടുത്തത്. രണ്ടുപേരും അത് വിഴുങ്ങി അവരുടെ 100-ലധികം ക്യാപ്സൂളുകൾ വിഴുങ്ങിയാണ് ഇവിടെ എത്തിക്കുന്നത്. പിന്നീട് സംശയം തോന്നി പരിശോധന നടത്തിയ റവന്യൂ ഇന്റലിജൻസ് ഇവരെ സ്കാനിങ്ങിന് വിധേയമാക്കി. അന്നേരമാണ് ഇവരുടെ വയറ്റിൽ ഈ ക്യാപ്സൂളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഇത് വിശദമായി പരിശോധിച്ചപ്പോൾ, ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൊക്കൈനുകളാണെന്ന്, ഇവരുടെ വയറ്റിൽ കൊക്കൈനുകളാണ്, ഈ ക്യാപ്സൂളുകളാക്കി അത് കൊക്കൈനുകളാണ് വിഴുങ്ങിയത് എന്ന് വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഒരാഴ്ച മുൻപ് കൊച്ചി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ വിശദമായ ഇവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. പിന്നീട് ഇവരെ വയറ്റിൽ നിന്നും ഈ കൊക്കൈനുകൾ, ഈ ക്യാപ്സൂളുകൾ പുറത്തെടുക്കുകയാണ് ചെയ്തത്. 2, അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു യുവതിയുമാണ് ഈ കൊക്കൈനുമായി പിടിയിലായിരിക്കുന്നത്. രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് ഇരുവരുമെന്ന കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ലഹരി വസ്തുക്കൾ ഇവിടെ എത്തിച്ചത് എന്ന കാര്യം വിശദമായി പരിശോധിക്കുകയാണ് റവന്യൂ ഇന്റലിജൻസ്. ആര്യ, ശരി, നന്ദി. ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.